നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് കുറച്ച് പലഹാരങ്ങളാ, പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാം. ഇത് ഭൂമിക മാഡത്തിന് കൊടുക്കണം. സൗസൗ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇത് ഭൂമിക മാഡത്തിനുള്ളതാ. കട്ട് തിന്നുന്ന സ്വഭാവം ഉണ്ടല്ലോ നിനക്ക്, അതുകൊണ്ടാ പറയുന്നത്. പാറുവിന്റെ കണ്ണ് തെറ്റുമ്പോ അടിച്ചു മാറ്റി വിഴുങ്ങിയേക്കല്ലേ. അതൊന്നും പറയാൻ കഴിയില്ല മോഞ്ചേട്ടാ. കട്ട് തിന്നില്ലാന്ന് തീരുമാനിച്ചാലും നല്ല പലഹാരത്തിന് മഴ അടിക്കുമ്പോ എന്റെ കൈ അറിയാതെ നീണ്ടുപോകും. ഇതൊരു തരം സൂക്കേടാ. ഈ സൂക്കേടിനെ മരുന്നുണ്ട്. എന്ത് മരുന്ന്? നല്ല അടി. പിന്നെ പാറു എന്നെ അടിക്കൊന്നുമില്ല. ആരോരുമില്ലാത്തവരെ സഹായിക്കാൻ ദൈവം വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു അന്ധവിശ്വാസമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അല്ല, സത്യം തന്നെ. ദൈവം എന്റെ മുമ്പിൽ പ്രിയന്റെയും കൈലാഷ് സാറിന്റെ രൂപത്തിലാ വന്നത്. അയ്യോ അങ്കിൾ, എന്തൊക്കെയാ പറയുന്ന? പാറുവിന്റെ പിറന്നാൾ നിങ്ങളുടെ വലിയ രീതിയിൽ ആഘോഷിച്ചു. അപ്പോ ഞങ്ങളും നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി സൽക്കരിക്കണ്ടേ? വെള്ളച്ചൽ ദേവിയുടെ ഉത്സവം ഈ നാടിന്റെ ഉത്സവമാണ്. അതുകൊണ്ടാ നിങ്ങളെ ക്ഷണിക്കാൻ ഈ സമയം തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. പാറുവിനെ ഉത്സവത്തിന് വരുത്തണമെന്നുള്ള സ്വാർത്ഥ ചിന്ത കൂടെ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കൊള്ളൂ. നിങ്ങളെ ക്ഷണിക്കാൻ തോന്നിപ്പിച്ചത് ദേവി തന്നെയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. പ്രിയനും കലാഡ് സാറും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ മോളും ഇപ്പോ മോഷണക്കുറ്റത്തിന് പോലീസിന്റെ തല്ലും ചവിട്ടും കൊള്ളുന്നുണ്ടാവുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരോടുള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണം എന്നെനിക്കറിയില്ല. നന്ദിയോ? അങ്ങനെയാണെങ്കിൽ പാർവതിയോട് ഞങ്ങൾ വലിയ നന്ദി പറയണം. ഞാനും പ്രിയനും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന തന്നെ പാർവതി ദയ കാണിച്ചതുകൊണ്ടാ. ഇതുപോലുള്ള നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ടൗണിൽ ജനിച്ചു വളർന്നവർ മനുഷ്യത്വവും മനസാക്ഷിയും ഇല്ലാത്തവരാ. പക്ഷേ അതിലൊരു തരി പോലും സത്യമില്ലെന്ന് അനുഭവം കൊണ്ട് മനസ്സിലായി. ടൗണിൽ നിന്ന് വണ്ടി പിടിച്ചു വന്ന ഈശ്വരന്മാർ. നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ഞങ്ങൾ ദൈവമൊന്നും അല്ല ആന്റി. സ്നേഹം നൽകുന്നവർക്ക് അതിന്റെ ഇരട്ടി സ്നേഹം തിരിച്ചു നൽകണമെന്ന് നിർബന്ധമുള്ള വെറും മനുഷ്യരാ ഞങ്ങള്. അല്ലേ പ്രിയ? അതെ സർ. അങ്കിളിനോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോട് കൈലാഡ് സാറിന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അതിനെന്തിനായി മുഖപൂര? സാറ് പറഞ്ഞാട്ടെ. അത് ഞാൻ അങ്കിൾ എനിക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്. കൈലാഷ് എന്റെ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഇതാ കൈലാഷ്. ആരാ മുക്ത? അങ്കിൾ, നിന്റെ ഫോണിലേക്ക് കുറെ നേരം ട്രൈ ചെയ്തു, കിട്ടാത്തോണ്ട് എന്നെ വിളിച്ചതാ. അങ്കിളിന് എന്തോ നല്ല ടെൻഷനുണ്ട്. ഞാൻ ചോദിച്ചിട്ട് അങ്കിൾ ഒന്നും പറയുന്നില്ല. നീ തന്നെ ചോദിക്കാം. ഹലോ ഡാഡി. നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, എന്താ കിട്ടാത്തത്? അറിയില്ല ഡാഡി, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് ഡാഡിനെ വിളിച്ച് പാർവതിയുടെ അച്ഛനോട് ഞങ്ങളുടെ കല്യാണക്കാര്യം സംസാരിക്കാൻ പോവാ. അങ്കിൾ ഓക്കെ പറയാൻ ഡാഡി പ്രാർത്ഥിക്കണം. ഷട്ട് അപ്പ് കൈലാഷ്. ഡാഡി, നിന്റെ പ്രേമത്തെ പറ്റി സംസാരിക്കാൻ പറ്റിയ സമയമല്ലത്. നിന്നോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞതല്ലേ, നീ കേട്ടോ? ഡാഡി, അത് ഇപ്പൊ തന്നെ നീ പുറപ്പെടണം. അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടി ഓടിയെത്താനുള്ള സമയം അത് ഞാൻ തരും. വൈകിയാൽ ബാക്കി നേരിട്ട്. ഡാഡി, ഡാഡിക്ക് എന്താ പറ്റിയത്? ഡാഡി എന്നോട് ഇങ്ങനെ നല്ല സംസാരിക്കുന്ന. ബിസിനസ് മുഴുവൻ താളം തെറ്റി കിടക്കുക, അറിയോ നിനക്ക്? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. കൈലാഷ് സാറിന്റെ അച്ഛനായിരുന്നല്ലേ ഫോണില്? അച്ഛനെന്താ പറഞ്ഞേ? ഏയ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, പെട്ടെന്ന് തിരിച്ചെല്ലാം പറഞ്ഞു. കൈലാഷ്, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇസ് എവരിതിങ് ഓൾ റൈറ്റ്? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്നാ നമുക്ക് പുറപ്പെട്ടല്ലോ. ഞങ്ങള് ടൗണിൽ വന്നപ്പം കൈലാസ് സാർ എത്ര കാര്യമായിട്ടാ ഞങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തു തന്നത്. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചൊന്നും ചെയ്തു തരാൻ കഴിഞ്ഞില്ല. മോഷണവും പോലീസ് കേസും ഒക്കെ ആയിട്ട് അതിന്റെ പുറകെ ഓടേണ്ടി വന്നില്ലേ? അതൊന്നും സാരമില്ല ആന്റി, ഞാൻ ഇനിയും വരില്ലേ, ഇടയ്ക്കിടയ്ക്ക് വരും. അല്ലേ പ്രിയ? അതെ സർ.
ഇനിയും സംസാരിച്ചു തന്നാൽ ശരിയാവില്ല. എല്ലാവരും വരൂ. ഞങ്ങള് പൊയ്ക്കോട്ടെ അമ്മേ. അടുത്ത ഉത്സവത്തിന് വരണം. അടുത്ത ഉത്സവത്തിനല്ല, സമയം കിട്ടുമ്പോഴൊക്കെ വരണം. ലക്ഷ്മിയുടെ കല്യാണത്തിന് ഇനി ഞങ്ങള് വരാം. വേഗം നടക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. അത് പിന്നെ പറയണോ അമ്മേ? ഞങ്ങൾ ഇറങ്ങട്ടെ ലക്ഷ്മി. പോയിക്കോട്ടെ അച്ഛാ. നീ എന്ന ടൗണിലേക്ക് പോകുമ്പോ മനസ്സില്ല മനസ്സോടാ നിന്നെ ഞങ്ങൾ യാത്രയാക്കിയത്. പക്ഷെ ഇപ്പോ ധൈര്യത്തോടാ നിന്നെ ഞങ്ങൾ പറഞ്ഞയക്കുന്നേ. സന്തോഷത്തോടാ യാത്രയാക്കുന്നേ. മോള് പോയിട്ടോ. പോട്ടെ ചേച്ചി. അമ്മ പോയിക്കോട്ടെ. പോയിട്ട് വരാന്ന് പറയാ. എല്ലാരും നല്ല സന്തോഷത്തില്. ഇങ്ങോട്ട് വന്നതും സന്തോഷത്തിൽ, തിരിച്ചു പോകുന്നതും സന്തോഷത്തിൽ. പക്ഷേ ഞാൻ മാത്രം ഇങ്ങോട്ട് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. തിരിച്ചു പോകുമ്പോ മനസ്സ് നിറയെ സങ്കടവും. നമസ്കാരം സർ. നിങ്ങളുടെ ബയോഡാറ്റ ഞാൻ നോക്കിയില്ല. ഇതിനു മുമ്പ് ഏതെങ്കിലും ഗാർമെന്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സർ. സൂപ്പർ ബേയിൽ 4 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്, ടൈലറായിട്ട്. സൂപ്പർ ബി നല്ല കമ്പനിയാണല്ലോ. എന്താ ആ ജോലി വിട്ടു പോകുന്നത്? ദൂരം കൂടുതലാ സർ. കീഴ്ന്നമ്പാറയില എന്റെ വീട്. കമ്പനി പുതുവച്ചേരിയില്ല. 3 ബസ് മാറി കയറണം. നീ കള്ളം പറയണതല്ലേ? കമ്പനിയിൽ സമരം നടത്തിയതിന് മാനേജ്മെന്റ് നിന്നെ പുറത്താക്കിയതല്ലേ? അയ്യോ അല്ല സർ, അവിടത്തെ ജോലി ഞാൻ വിട്ടിട്ടില്ല. ഇവിടെ കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടത്തെ ജോലി വിടും. സൂപ്പർവൈസർ ഗോപി സാറിന്റെ പെർമിഷനോടെയാ ഞാൻ ബയോഡേറ്റ അയച്ചത്. കൂടുതൽ ഓർഡറുള്ള സമയത്ത് ഓവർ ടൈം നിൽക്കേണ്ടി വരും. രാത്രിയും സൺഡേ ഒക്കെ ജോലി ചെയ്യേണ്ടി വരും. എന്താ, തയ്യാറാണോ? അവിടെയും രാത്രിയും ഞായറാഴ്ചയൊക്കെ ജോലി ചെയ്യാറുണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ തയ്യാറാണോ? ഇനി ഞാൻ വരില്ലെന്ന് അവിടെ പോയി പറയണം. നാളെ മുതൽ വരാം സർ. 3rd ഫ്ലോറിലാണ് അഡ്മിനിസ്ട്രേഷൻ. അവിടെ പോയി പേരും മറ്റു ഡീറ്റെയിൽസും ആധാർ കാർഡിന്റെ കോപ്പിയും കൊടുക്കണം. ശരി സർ. നിനക്ക് എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്കും 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സർ, ടൈലറായിട്ട്. എവിടെ? സൂപ്പർ ബേ. അപ്പോ നീയും സൂപ്പർ ബി എന്നല്ലേ പറഞ്ഞേ? അതെ സർ. എന്റെ വീട്ടിന്റെ അടുത്താ ഇവളുടെയും വീട്. ദൂരം തന്നെ ഇവളുടെയും പ്രശ്നം. വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ രാത്രി 8 മണിയാവും. ഹലോ. ആ ശരി.